സുഭാഷിതം. യഗസ്കേൽ പ്രവചനം 9-ാം അധ്യായത്തിൽ ശണവസ്ത്രം ധരിച്ച് അരയിൽ എഴുത്തുകാരന്റെ മഷിക്കുപ്പിയുമായി നിന്നിരുന്ന ഒരു പുരുഷനെ യഗസ്കേൽ ദർശിക്കുന്നു. 4-ാം വാക്യം വായിക്കുന്നത്, അവനോട് യഹോവ, നീ നഗരത്തിന്റെ നടുവിൽ യെരുശലേമിന്റെ നടുവിൽ കൂടി ചെന്ന് അതിൽ നടക്കുന്ന സകല മ്ലേച്ഛതകളും നിമിത്തം നെടുവീർപ്പിട്ട് കരയുന്ന പുരുഷന്മാരുടെ നെറ്റികളിൽ ഒരു അടയാളം ഇടുക എന്ന് കൽപ്പിച്ചു. And the Lord said to him, Go through the midst of the city, through the midst of Jerusalem, and put a mark on the foreheads of the men who sigh, and cry over all the abominations that are done within it. ദേവാലയം സ്ഥിതി ചെയ്യുന്ന വിശുദ്ധ നഗരമാണ് യെരുശലേം. ദൈവത്തിന്റെ വിശുദ്ധാലയത്തിൽ നടക്കുന്ന മ്ലേച്ഛതകൾ ദൈവം യഹസ്കേലിന് ദർശനത്തിൽ കാണിച്ചു കൊടുക്കുന്നു. ദൈവത്തെ അനുസരിക്കാത്ത വിഗ്രഹാരാധികളായ ദുഷ്ടജനത്തിന് ന്യായവിധി വരുവാൻ പോകുന്നു. ന്യായവിധി നടത്തുമ്പോൾ ദുഷ്ടന്മാരോടൊപ്പം നീതിമാന്മാരായ ദൈവഭക്തർ മരണപ്പെടുവാൻ പാടില്ല. അവരെ സംരക്ഷിക്കുന്നതിനു വേണ്ടി, തിരിച്ചറിയുവാനായി അവരുടെ നെറ്റികളിൽ ഒരു അടയാളം ഇടുന്നതിനു വേണ്ടിയാണ് ശണവസ്ത്രം ധരിച്ച പുരുഷനെ നഗരത്തിലേക്ക് പറഞ്ഞുവിടുന്നത്. തീർച്ചയായും ഇത് ദൈവിക കാരുണ്യത്തിന്റെ ഒരു പ്രവൃത്തിയായിരുന്നു. വിശ്വാസത്യാഗികളായ വിഗ്രഹാരാധകരെ ദൈവം നശിപ്പിക്കുമ്പോൾ വിശ്വസ്ത ആരാധകരെ ദൈവം സംരക്ഷിക്കുന്നു. വേദപുസ്തകത്തിൽ അനേകം ദൃഷ്ടാന്തങ്ങൾ കാണുവാൻ കഴിയും. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രേ എന്നും മനസ്സിലാക്കിയ ദൈവം ഭൂമിയെ വെള്ളപ്പൊക്കത്താൽ നശിപ്പിച്ചപ്പോൾ അവിടുന്ന് നോഹയെയും കുടുംബത്തെയും ഒഴിവാക്കി. സോദോമിന്റെയും ഗൊമോറയുടെയും നിലവിളി വലിയതും അവരുടെ പാപം അതികഠിനവുമായിരുന്നപ്പോൾ അബ്രഹാം ദേശത്തിനു വേണ്ടി ഇടിവിൽ നിന്ന് ദൈവത്തോട് അപേക്ഷിച്ചു. ദുഷ്ടനോടുകൂടെ നീതിമാനെ ഒരു നാളും നശിപ്പിക്കയില്ല എന്ന് ദൈവം വാഗ്ദത്തം ചെയ്തു. ദേശത്ത് നടക്കുന്ന മ്ലേച്ഛതകൾ നിമിത്തം നെടുവീർപ്പിട്ട് കരയുന്ന 10 നീതിമാന്മാരുണ്ടെങ്കിൽ ദേശത്തെ നശിപ്പിക്കയില്ല എന്ന് അരുളി ചെയ്തു. നീതിമാന്മാരെ നിശ്ചയമായും ദൈവം അടയാളപ്പെടുത്തിയിരിക്കും. മിസ്രൈമിന്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ വിടുവിക്കുമ്പോൾ ദൈവം അവർക്കും ഒരു അടയാളം കൊടുത്തിരുന്നു. പുറപ്പാട് പുസ്തകം 12:13 വായിക്കുന്നത്, നിങ്ങൾ പാർക്കുന്ന വീടുകളിന്മേൽ രക്തം അടയാളമായിരിക്കും. ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങളെ ഒഴിഞ്ഞ് കടന്നു പോകും. ഞാൻ മിസ്രൈം ദേശത്തെ ബാധിക്കുന്ന ബാധ നിങ്ങൾക്ക് നാശഹേതുവായി തീരുകയില്ല. പ്രിയമുള്ളവരെ, പാപത്തിന്റെ ശമ്പളമായ മരണത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ യേശുവിന്റെ രക്തമാണ് നമുക്ക് വേണ്ടി ഒഴുക്കപ്പെട്ടത്. പൗലോസ് പറയുന്നു, മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുയേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. എബ്രായർ 9:22 പറയുന്നത്, ന്യായപ്രമാണ പ്രകാരം ഏകദേശം സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. യേശു കർത്താവിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിക്കുന്നവർക്ക് ഈ രക്തം അടയാളമായിരിക്കും. അവരെക്കുറിച്ച് എഫെസ്യർ 1:14 പറഞ്ഞിരിക്കുന്നത്, തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിനു വേണ്ടി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. വീണ്ടെടുക്കപ്പെട്ട ഓരോ ദൈവമക്കൾക്കും പരിശുദ്ധാത്മാവും അടയാളമായിരിക്കുന്നു. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. പ്രിയമുള്ളവരെ, ന്യായവിധിയുടെ കാലം ഏറ്റവും ആസന്നമായിരിക്കുന്നു. യേശു രക്ഷകനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധി ഇല്ലാതിരിക്കുമ്പോൾ വിശ്വസിക്കാത്തവന് ന്യായവിധി വന്നു കഴിഞ്ഞു. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ.
ന്യായവിധിയിൽ അകപ്പെടാതെ യേശു കർത്താവിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിക്കുന്നവർക്ക് ത്രിയേക ദൈവം കൂടെയുണ്ട്. God bless you all with these words.